നമസ്തേ. ഈ ഭൗതിക പ്രപഞ്ചം ഒരു മായയാണ്. കാലം അഥവാ സമയം എന്ന് പറയുന്നത് ഒരു സത്യമാണോ? ചോദ്യങ്ങൾ അവസാനിക്കാത്ത ഈ ലോകത്ത് ഉത്തരങ്ങൾക്കായി നാം എവിടെയാണ് തിരയേണ്ടത്? ആധുനിക ലോകം ശാസ്ത്രത്തിന്റെ ചിറകിലേറി മുന്നേറുമ്പോൾ ചില സത്യങ്ങൾ പുരാതന ജ്ഞാനത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൾ മസ്ക് ഭാരതീയ സംസ്കാരങ്ങളെയും പ്രത്യേകിച്ച് പരമശിവൻ എന്ന സങ്കല്പത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു വാർത്ത അടുത്തിടെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക ഉണ്ടായിരുന്നിരിക്കാം. മറ്റെല്ലാ ദേവസങ്കല്പങ്ങൾക്കും അപ്പുറം പരമശിവൻ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വമുള്ളവനാകുന്നത്? അദ്ദേഹം കേവലം ഒരു ദേവനല്ല. ശിവൻ എന്നത് ഒരു സങ്കല്പമാണ്, ഒരു ശക്തിയാണ്, ഒരു ഊർജമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ മൂന്നവസ്ഥകൾക്കും അതീതനാണ് ശിവൻ. അദ്ദേഹം തുടക്കമില്ലാത്തവനും ഒടുക്കമില്ലാത്തവനുമാണ്. നൃത്തം ചെയ്യുന്ന നടരാജനായി അദ്ദേഹം പ്രപഞ്ചത്തിന്റെ താളം നിയന്ത്രിക്കുന്നു. ധ്യാനത്തിലിരിക്കുന്ന യോഗിയായി ആന്തരിക ശക്തിയുടെ പരമമായ രൂപം നമുക്ക് കാണിച്ചു തരുന്നു. അർദ്ധനാരീശ്വരനായി സ്ത്രീയും പുരുഷനും പ്രപഞ്ചത്തിൽ ഒന്നാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ശിവനിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജം സാധാരണക്കാർക്ക് പോലും എങ്ങനെ സ്വായത്തമാക്കാനാകും, അനുഭവിക്കാനാകും? പരമശിവൻ ധ്യാനത്തിന്റെ പരമഗുരുവാണ്. അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണ് ജ്ഞാനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും പ്രതീകമാണ്. ഈ ഊർജം നമ്മളിലേക്ക് ആവാഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സുഷുപ്തിയിലായിരിക്കുന്ന ശക്തികളെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നു. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സിദ്ധികളും കഴിവുകളും പുറത്തു വരുന്നു. ഇത് കേവലം ആത്മീയമായ ഒരു അനുഭവം മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അത്ഭുതകരമായ രീതിയിൽ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. ശിവന്റെ ഊർജം എന്നത് ഭയമില്ലാത്ത അവസ്ഥയാണ്. അത് സ്വാതന്ത്ര്യമാണ്, വിടുതലാണ്. അദ്ദേഹം ഭസ്മം പൂശി സർപ്പത്തെ അണിഞ്ഞ് ശ്മശാനങ്ങളിൽ വസിക്കുന്നവനാണ്. ഇത് മരണത്തെയും ഭൗതിക ലോകത്തിലെ കെട്ടുപാടുകളെയും അതിജീവിച്ചവന്റെ പ്രതീകമാണ്. ഈ ഊർജം നമ്മളിൽ നിറയുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഭയങ്ങളെയും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ ഒരു അദൃശ്യമായ ശക്തി നിറയും. ലോകം മുഴുവൻ പരമശിവന്റെ ഈ സങ്കല്പത്തെ പിന്തുടർന്നിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ലോകം മുഴുവൻ ധ്യാനത്തിൽ മുഴുകി ആന്തരിക സമാധാനം കണ്ടെത്തുമായിരുന്നു. യുദ്ധങ്ങളും കലഹങ്ങളുമില്ലാതെ ഓരോ വ്യക്തിയും തങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെയും ശക്തിയെയും തിരിച്ചറിഞ്ഞ് സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു ലോകം, പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് ജീവിക്കുന്ന ഒരു സമൂഹം, അനാവശ്യമായ അടിമത്തങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും മോചനം നേടി യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ ശിവന്റെ ഊർജം നിറയട്ടെ. ധ്യാനത്തിലൂടെ, യോഗയിലൂടെ, അല്ലെങ്കിൽ കേവലം അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നതിലൂടെ അനന്തമായ ആ ശക്തിയെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഭയങ്ങളെ മാറ്റി നിർത്തി ഉള്ളിലെ ശക്തിയെ ഉണർത്തുക. നാം ഓരോരുത്തരും ഓരോ ചെറിയ ശിവനാണ്. ആ പരമമായ ബോധത്തിൽ ലയിച്ച് ലോകത്തിന് വെളിച്ചമായി മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ. ആകാശവിരിപ്പിൽ നിൻ രൂപം തെളിയുന്നു. അറിവിന്റെ നെറുകയിൽ പ്രകാശമായി നീ വിളങ്ങുന്നു. പ്രപഞ്ചത്തിന്റെ സ്പന്ദനം നീ, കാലത്തിന്റെ അധിപനും
ശാന്തമാണി നാമം, ശക്തിയാണി നാമം. അന്തരാത്മാവിൻ നായങ്ങളിൽ ശിവന്റെ തേജസ് നിറയുന്നു. കുണ്ടലിനി ഉണർന്നെഴുമ്പോൾ വികാലജാനം നിറയവേ മായ മറയുന്നു. ഹര 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 മഹാദേവ ശംഭോ, നീയാണെന്നാധാരം. ഭയങ്ങളെ നീക്കി ശക്തിയേകി കാരുണ്യമായി നീ കാത്തിടുന്നു. ഓ നമഃ ശിവായ. ശക്തമാ ഓം നമഃ ശിവായ. നിൻ ശക്തിയിൽ ഞാൻ നീക്കവേ